തിരുവനന്തപുരം ജില്ലയിലെ പൂജപ്പുരയിൽ സ്ഥിതി ചെയ്യുന്ന ദേവീക്ഷേത്രമാണ് പൂജപ്പുര സരസ്വതി ദേവി ക്ഷേത്രം. ഈ ക്ഷേത്രത്തിലെ സരസ്വതി പ്രതിഷ്ഠയ്ക്ക് വളരെ പ്രാധാന്യങ്ങളുണ്ട്. പൂജപ്പുര സരസ്വതി ദേവി ക്ഷേത്രത്തിനെ കുറിച്ച് വളരെ പണ്ട് തൊട്ടേ അറിയപ്പെടുന്ന പൂജപ്പുര എന്നാണ് അറിയപ്പെടുന്നത്. പൂജ വയ്ക്കുന്ന പുര ആയതുകൊണ്ടാണ് പൂജപ്പുര എന്നുള്ള പേര് വരാൻ കാരണം. വളരെ പണ്ട് തൊട്ട് തന്നെ ആയോധന കലകളും മറ്റും പരിശീലനം ഈ തൊട്ടടുത്തുള്ള നമ്മളെ മൈതാനത്ത് നടക്കുകയും ആയുധങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഇപ്പോഴത്തെ പട്ടാളക്കാർ, പണ്ടത്തെ കുടുംബത്തിലുള്ള രാജാക്കന്മാരുടെ ഭടന്മാരുടെയൊക്കെ ഒരു എന്താ പറയണം വൈഭവങ്ങളും മറ്റും ഈ ആയോധന കലകളിലെ പരിശീലനമെല്ലാം നടന്നു വന്നതായിട്ട് പറയപ്പെടുന്നുണ്ട്. അപ്പോൾ അവർ പൂജ വെച്ച് ആരാധിച്ചിരുന്ന സ്ഥലമായതുകൊണ്ടാണ് പൂജപ്പുര എന്നറിയപ്പെടുന്നത്. നവരാത്രി സംഗീതോത്സവമാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവം. പണ്ട് നവരാത്രി സമയത്ത് മാത്രമായിരുന്നു ഇവിടെ ആരാധന നടന്നിരുന്നത്. എന്നാൽ 2010 ക്ഷേത്ര ഗോപുരത്തോടു കൂടി ക്ഷേത്രം പുതുക്കി പണിഞ്ഞതോടെ നിത്യാരാധനയും ആരംഭിച്ചു. പൂജ വയ്ക്കുന്ന നവരാത്രിയോടനുബന്ധിച്ചുകൊണ്ട് തന്നെ സരസ്വതി ദേവിയുടെ ചൈതന്യം അതീതമായിട്ടുണ്ടാവുകയും ആ ഒരു സമയം കൊണ്ട് തന്നെ സരസ്വതി ദേവിയുടെ പ്രതിഷ്ഠ ഇവിടെ വരികയും ചെയ്തു. ശരിക്കും ദേവി ഇവിടെ എഴുന്നള്ളി എന്നാണ് പറയുന്നത്. എഴുന്നള്ളി എന്നാണ് നമുക്കത് മനസ്സിലാക്കേണ്ടത്. കാരണം ദേവിയുടെ ഒരു സാന്നിധ്യം വർഷങ്ങളായിട്ടുണ്ടായിട്ട് അതിനൊരു സ്ഥിര പ്രതിഷ്ഠ എന്നാൽ നമുക്ക് ഈ പ്രതിഷ്ഠ എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്ക് മനസ്സിൽ കണ്ട് പ്രാർത്ഥിക്കാനായിട്ടുള്ള രൂപം മാത്രമാണ്. ആ സാന്നിധ്യം അവിടെ ഉറപ്പിച്ചു എന്നുള്ളതാണ് വാസ്തവം. സരസ്വതി ദേവി ക്ഷേത്രങ്ങൾ നമുക്ക് അങ്ങനെ കേരളത്തിലോ മറ്റു സ്ഥലങ്ങളിലോ പ്രകടമായി കാണാറില്ല എന്നതുകൊണ്ട്. എന്തുകൊണ്ടെന്നാൽ സരസ്വതി ദേവിയുടെ സാന്നിധ്യമുള്ളപ്പോൾ ഇപ്പം നവരാത്രിക്കാണെങ്കിലും നമ്മൾ ആ ചൈതന്യത്തെ ഒരു വിളക്കിലോ ഒരു ബിംബത്തിലോട്ടോ ആവാഹിച്ച് ആ നവരാത്രിയുടെ ആ ഒരു അവസാന കാലഘട്ടത്തിൽ എവിടെ നിന്നാണ് നമ്മൾ കൊണ്ടുവന്നത് അവിടെ തിരിച്ച് പറഞ്ഞയക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് കണ്ടുവരുന്നത്. എന്നാൽ സാന്നിധ്യം കൂടുതലായി വന്നതുകൊണ്ടാണ് ഇവിടെ ഒരു പ്രതിഷ്ഠയുടെ ഒരു ആവശ്യം വന്നത്, ഒരു സരസ്വതി ദേവിയുടെ പ്രതിഷ്ഠ. അതുകൊണ്ട് തന്നെയാണ് അതിന് അത്രമേൽ പ്രത്യേകതയുണ്ട്. നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും. മറ്റു എവിടെയെങ്കിലും സരസ്വതി ദേവിയായിട്ടൊരു അമ്പലങ്ങളില്ല. നമ്മളിപ്പം മൂകാംബികയിലായിരുന്നാലും 3 ഭാവത്തിലുള്ള ദേവിയാണ് അവിടെ പൂജിക്കുന്നത്. 3 അംബികയെ പൂജിക്കുന്നത് കൊണ്ടാണ് അവിടെ മൂകാംബിക എന്ന് പേര് വരാനുള്ള കാരണമെന്ന് കേട്ടിട്ടുണ്ട്. മാത്രവുമല്ല പനച്ചിക്കാട് അവിടെയൊക്കെ നമുക്കൊരു എന്താ പറയുക ആ ഒരു പൂർണ്ണമായ രൂപത്തിൽ തൊഴാനായിട്ടുള്ള ഒരു അവസരമില്ല. മൂകാംബികയിലാണെങ്കിലും പ്രധാനമായിട്ടും 3 ദേവിയായിട്ടാണ് പൂജിക്കുന്നത്. 3 സമയത്ത് 3 ദേവിയായിട്ടാണ്. ഇവിടെ പൂജപ്പുര സരസ്വതി ദേവിയിൽ എല്ലായ്പ്പോഴും നമ്മൾ സരസ്വതിയുടെ അതേ ഭാവത്തിൽ, അത് സരസ്വതിയുടെ പ്രതിഷ്ഠ എന്ന് പറയുന്നത് 4 കൈകളോട് കൂടിയ സരസ്വതി ദേവിയാണ്. ഒരു കയ്യിൽ മുത്തുമാലയും ഒരു കയ്യിൽ വേദം, 2 കൈ കൊണ്ട് വീണയും പിടിച്ചിരിക്കുന്ന താമര പാദത്തിൽ അർപ്പിച്ചുകൊണ്ട് പീഠത്തിലിരിക്കുന്ന ദേവിയായിട്ടാണ് ഇവിടുത്തെ സങ്കല്പം. സരസ്വതി ദേവിക്ക് പല വിധത്തിലുള്ള വഴിപാടുകളാണ് ഇവിടെ നടത്തി വരുന്നത്. ഈ വഴിപാടുകൾ നടത്താൻ കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ ഇവിടെ എത്തിച്ചേരാറുണ്ട്. സരസ്വതി ദേവി എല്ലാവരും പ്രാർത്ഥിക്കുന്നത് നല്ല ബുദ്ധി വരാനും അല്ലെങ്കിൽ വാക്ചാതുര്യം ഉണ്ടാവാനും ഒക്കെയാണ്. എന്നാൽ അതിൽ നിന്നൊക്കെ അതീതമായി കലാപരമായിട്ടുള്ള വാസനകളെ ഉണർത്താനും, എന്ന് വെച്ചാൽ നമ്മൾ കഴിഞ്ഞു പോയ 7 തലമുറകളിൽ ആരെങ്കിലും ചിത്രം വരയ്ക്കുന്നവരുണ്ടാവാം, പാട്ട് പാടുന്നവരുണ്ടാവാം. പക്ഷേ ആ കഴിവുകളൊന്നും നമ്മളുടെ അച്ഛനും അമ്മയ്ക്കും ഉണ്ടാവില്ല. പക്ഷേ തൊട്ടടുത്ത തലമുറയ്ക്ക് അത് വേണമെങ്കിൽ സിദ്ധിച്ചെന്ന് വരാം. അത് നമ്മൾ മറഞ്ഞു കിടക്കുന്ന നമ്മളെ സിദ്ധികളെ കൊണ്ടുവരുന്നതാണ്. കലാപരമായിട്ട് നല്ല ഉയർച്ച ഉണ്ടാകുന്നത്. ഇപ്പോൾ പ്രാസംഗികനാണെങ്കിൽ നല്ല പ്രസംഗം നമ്മൾ പറയുന്നത് ഒരാൾക്ക് കേട്ടിരിക്കാൻ തോന്നുക. നമ്മളെ നാവിൽ നിന്ന് അസത്യങ്ങൾ പുറത്തു വരാതിരിക്കുക, അല്ലെങ്കിൽ അപ്രിയ സത്യങ്ങൾ പുറത്തു വരാതിരിക്കുക. നമ്മളെ നാവ് കൊണ്ട് നല്ലത് മാത്രം പുറത്തു വരിക. അപ്രിയ സത്യങ്ങൾ എന്ന് പറയുമ്പോൾ ഒരാൾക്ക് ഇഷ്ടപ്പെടാത്തുള്ള ആ ഒരു കാര്യം നമ്മൾ പറയാതിരിക്കുക എന്നല്ല, അയാൾക്ക് വേദന ഉണ്ടാവാത്ത രീതിയിൽ നമുക്ക് അവതരിപ്പിക്കാൻ പറ്റും. അതുകൊണ്ടാണ് വാഗ്ദേവതയായിട്ടാണ് മറ്റൊരു രീതിയിൽ ആരാധിച്ചു പോകുന്നത്. വാഗ്ദേവതയാണ്, നമ്മളെ വാക്കാണ് എല്ലാത്തിനും പ്രധാന കാരണം. പ്രത്യേകിച്ച് നമ്മളൊരു വാക്ക് നമുക്കുള്ളൊരു മനസ്സിനും ഉണ്ടാകും മുറിവുണ്ട്. നമുക്കൊരാളെ ഒരു ശരീരം നോവിക്കുന്നതിനെക്കാട്ടി മുറിവ് കൂടുതലാണ് മനസ്സ് നോവുന്നത്. ആ മനസ്സെങ്ങനെയാണ് നോവുന്നതെന്ന് വെച്ചാൽ നാവ് കൊണ്ട് അല്ലെങ്കിൽ നമ്മളെ വാക്കുകൊണ്ട്. അത് സൂക്ഷിക്കാൻ പറ്റും. കുഞ്ഞുങ്ങൾക്ക് ഇവിടെ വയമ്പ് പറ നടത്താറുണ്ട്. ഈ വയമ്പ് പറയിട്ടതിന് ശേഷം ആ വയമ്പിൽ നിന്ന് നമ്മൾ കുറച്ച് വയമ്പ് പറയിടുന്നതിൻ്റെ പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ഒരു ഔഷധ ഗുണമുള്ള ഒരു വള്ളിച്ചെടിയിൽ നിന്നുണ്ടാകുന്ന ഒരു വള്ളിയാണിത്. വയമ്പ് നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിൽ നമ്മളെ ഓർമ്മക്കുറവിന് നമ്മൾ നല്ല രീതിയിൽ സംസാരിക്കാനൊക്കെ സാധിക്കുന്നതാണ്. ആ സങ്കല്പം എന്ന് പറയുന്നത് ദേവിയുടെ പാദത്തിലോട്ട് ഈ കുഞ്ഞുങ്ങൾ പറയിൽ വാരി നിറയ്ക്കുന്ന ദേവിയുടെ പാദത്തിലോട്ട് അർപ്പിക്കുന്നു എന്നുള്ള സങ്കല്പത്തിലാണ്. അതുകൊണ്ട് തന്നെ ഈ പറ നിറച്ചതിന് ശേഷം അതിൽ നിന്ന് കുറച്ച് വയമ്പെടുത്ത് നമ്മളെന്നും കുട്ടികൾ കൊടുത്തു വിടും. അതെന്നും രാവിലെ ഉരച്ച് കഴിക്കുന്നത് വാക്ചാതുര്യം ഉണ്ടാവാനും ഓർമ്മ കൂടുതൽ നിൽക്കാനും. ഇപ്പം നമ്മളെല്ലാവരും കുഞ്ഞുങ്ങളെല്ലാം നല്ല രീതിയിൽ പഠിക്കും. പക്ഷേ അവർക്ക് ആ ഓർമ്മക്കുറവിൻ്റെ ഒരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് അവർക്ക് എഴുതാൻ സാധിക്കുന്നത് അതൊക്കെ ഒരു പരിധിവരെയൊക്കെ മാറിയുണ്ട്. അനുഭവങ്ങൾ ഒരുപാട് പേര് വന്ന് പറയാറുണ്ട്, നല്ല വ്യത്യാസമുണ്ട് എന്നൊക്കെ വന്ന് പറയാറുണ്ട്.
ഇത് ഒരു പ്രധാന വഴിപാടാണ്. മറ്റൊരു പ്രധാന വഴിപാട് നാവും നാരായും നടക്കി വയ്ക്കുക എന്നുള്ളത്. അതായത് നമ്മളെ നാവിൽ ദേവി നാരായം കൊണ്ട് എഴുതുന്നു എന്നുള്ള സങ്കല്പത്തിൽ ദേവിയുടെ നടയിൽ നമ്മൾ വയ്ക്കാറുണ്ട്. അതുപോലെ നമ്മൾക്ക് തന്നെ ഒരു നാവ് കൊണ്ട്, അതായത് നമ്മളെ നാവ് പിഴച്ചുപോയി, ഒരു അബദ്ധം പറ്റിയോ അല്ലെങ്കിൽ ഒരു വാക്ക് പിഴച്ചുപോയി, എന്തുകൊണ്ട് അതിന് പരിഹാരമായിട്ട് ഒരു നാവ് മാത്രമായിട്ട് നമുക്ക് ആ പിഴവിനെ ആവർത്തിക്കാതിരിക്കാനും നല്ല രീതിയിൽ സംസാരിക്കാനും, സംസാരത്തിന് ബുദ്ധിമുട്ടുള്ള കുഞ്ഞുങ്ങൾക്കും എല്ലാം ഇവിടെ ഈ നാവ് വയ്ക്കുന്നത് കൊണ്ടും, പിന്നെ മണി നേർച്ചയുണ്ട്. മണി പോലെ സംസാരിക്കുക, വാഗ്ദേവത ആയതുകൊണ്ട് തന്നെ മണി പോലെ സംസാരിക്കുക എന്ന സങ്കല്പത്തോടെ ഇവിടെ മണി നമ്മൾ നേർച്ചയായിട്ട് പൂജിച്ച മണി ഇവിടെ കെട്ടുന്നത് കൊണ്ട് ഉള്ള ഒരു ഉയർച്ച വാക്കുമായിട്ട് ബന്ധപ്പെട്ട് ഈ 2-3 കാര്യങ്ങളുണ്ട്. പിന്നെ പ്രധാനമായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ സാരസ്വത ഹോമമാണ്. ഈ ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടുകളിൽ ഒന്നാണ് സാരസ്വത ഹോമം. ഈ ഹോമത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അകത്തുള്ള ഭാവിയുടെ അതേ ഭാവത്തിൽ തന്നെയാണ് ഹോമകുണ്ടത്തിലോട്ട് മറ്റൊരു ദേവതയായിട്ട് ഈ ദേവിയുടെ അതേ ഭാവത്തിൽ നമ്മൾ ആവാഹിക്കുകയും ആ ഭാവത്തിൽ ഈ ഹോമത്തിൽ നമ്മൾ ഹോമിക്കുന്ന നെയ്യ് അതിൻ്റെ ശിഷ്ടത്തെ സംവാദമെന്ന് പറയും. സംവാദം സ്പർശിക്കുകയാണ് ചെയ്യുന്നത്. അതായത് ഈ സംവാദം ആ ദേവിയിലുള്ള എല്ലാ ചൈതന്യം, ഹോമകുണ്ടത്തിലുള്ള അതേ ചൈതന്യം അകത്തുള്ള ദേവിയിലോട്ട് ലയിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അത് വളരെ വിശേഷപ്പെട്ട ഒരു ഹോമമാണ്. അത് വളരെ ചുരുങ്ങിയ ഇടത്ത് മാത്രമേ ഞാൻ കേട്ടിട്ടുള്ളൂ. സാരസ്വത ഹോമം, സരസ്വതി ഹോമം അതൊരു പ്രത്യേക വഴിപാടാണ്. ബുധനാഴ്ചകളിൽ മാത്രമാണ് അത് നടന്നു വരുന്നത്. എന്തുകൊണ്ട് ബുധനാഴ്ച എന്ന് പറഞ്ഞാൽ ബുധൻ എന്ന് പറയുന്ന ഗ്രഹമാണ് നമ്മളെ വിദ്യയുടെയും കലയും നിയന്ത്രിക്കുന്ന പ്രധാന ഗ്രഹങ്ങളിൽ ഒന്നായിട്ട് വരുന്നത്. ആ ബുധനാഴ്ച സരസ്വതി ദേവിയുടെ ഇവിടെ ഈ ഹോമം ചെയ്യുന്നതും ഈ പറഞ്ഞ വയമ്പ് പറ, നാവനാരായം, ഓർമ്മക്കുറവ്, അതിന് വേണ്ടിയിട്ട് ഓർമ്മക്കുറവിന് നമ്മൾ സാരസ്വത അരിഷ്ടവും കൊടുക്കാറുണ്ട്, നെയ്യും കൊടുക്കാറുണ്ട് ജനിച്ച്. ഇതൊക്കെ കുഞ്ഞുങ്ങൾക്ക്, പഠിക്കുന്ന കുട്ടികൾക്ക് നല്ല ഉത്തമമായിട്ടുള്ള ഒരു വഴിപാടായിട്ട് കാണുന്നു. ഈ ക്ഷേത്രത്തിന് സമീപത്തുള്ള സരസ്വതി മണ്ഡപം അതിന്റെ നിർമ്മാണ രീതി കൊണ്ട് തന്നെ വളരെ ചരിത്ര പ്രസിദ്ധമാണ്. 28 കരിങ്കൽ തൂണുകളിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഈ തൂണുകളിൽ ഇതിഹാസ കഥാപാത്രങ്ങളെയാണ് കൊത്തിവെച്ചിരിക്കുന്നത്. അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ കാലത്താണ് ഈ സരസ്വതി മണ്ഡപം സ്ഥാപിക്കപ്പെട്ടതെന്നാണ് പറയപ്പെടുന്നത്. രാജഭരണകാലത്ത് രാജാവ് ഈ സരസ്വതി മണ്ഡപത്തിലെത്തി 7 വെള്ളിപ്പണം നൽകിയിരുന്നതായും ഐതിഹ്യമുണ്ട്. വളരെയധികം പഴക്കമുള്ള ഒരു 100-300 വർഷത്തോളം, 250 മേളിൽ വർഷം പഴക്കമുള്ള ഒരു കൽമണ്ഡപം നമുക്കിവിടെ കാണാൻ സാധിക്കും. ഏകദേശം 249 വർഷം മുമ്പ് പണികഴിപ്പിച്ച സരസ്വതി ചിത്തിര തിരുനാൾ സരസ്വതി മണ്ഡപം ഇന്നും അതിൻ്റെ പ്രൗഢി നിലനിർത്തിക്കൊണ്ട് മേൽക്കുമേൽ ഉത്സവങ്ങൾ ഗംഭീരമായി കൊണ്ടിരിക്കുകയാണ്. കന്യാകുമാരി ജില്ലയിലെ കുമാരകോവിലിൽ നിന്ന് വെള്ളിക്കുതിരയുടെയും മുരുകന്റെയും പ്രതിഷ്ഠ കാവടിയോട് കൂടി കൊണ്ടുവന്ന് സരസ്വതി മണ്ഡപത്തിലിരുത്തി പൂജ ചെയ്യുന്ന പതിവുണ്ട്. ഈ ആചാരം ഇപ്പോഴും നടത്തിവരുന്നു. പൂജകളെല്ലാം കഴിഞ്ഞ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ സന്ദർശനം നടത്തിയ ശേഷമാണ് ഇവർ തിരികെ പോകുന്നത്. കുമാരകോവിലുള്ള കുമാരസ്വാമി ഇവിടെ എഴുന്നള്ളുന്നു. ഇവിടെ വന്ന് കാവടി എടുക്കുന്ന കുരുന്നുകൾക്കും മുതിർന്നവർക്കും എല്ലാം കാവടി കൊണ്ടുവരുന്ന ആ അഭിഷേകങ്ങളെല്ലാം സ്വീകരിച്ച് വേട്ട കഴിഞ്ഞിട്ടാണ് പോണത്. ഇതിൻ്റെ ഒരു സങ്കല്പം പറഞ്ഞു കേൾക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 പേരായിട്ടാണ് വരാൻ. സരസ്വതി ദേവി, മുന്നൂറ്റി നങ്ക, കുമാരസ്വാമി ഭഗവാൻ. ഈ 3 പേർക്ക് തിരിച്ചു പോകാനായിട്ട്, മറ്റു മൃഗങ്ങളുടെ ശല്യമൊന്നും ഇല്ല എന്ന് ഉറപ്പുവരുത്താനും അങ്ങനെ ഉണ്ടെങ്കിൽ അതിനെ വേട്ട ചെയ്യാനുമായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. വേട്ട കഴിഞ്ഞ് പോകുമ്പോഴത്തേക്കും നമ്മളെ ഇവിടുത്തെ ഗാർഡ് ഓഫ് ഓണർ കൊടുത്ത് ഈ എന്താ പറയുക, നമ്മളെ ഈ സൈന്യം ആദരിക്കുന്ന ഒരു ചടങ്ങും കൂടി ഇവിടെയുണ്ട്. ഇതിൻ്റെ സങ്കല്പം ഇതാണ്. മറ്റു 2 പേർക്കുള്ള വഴി ഒരുക്കി കൊടുക്കുന്നത് കുമാരസ്വാമി അല്ലെങ്കിൽ മുരുക ഭഗവാൻ എന്ന് പറഞ്ഞാൽ ദൈവങ്ങളുടെ സേനാപതിയാണ്. സേനാപതി ആയതുകൊണ്ടാണ് ഈ വേട്ടയ്ക്ക് വരുന്നതും ഈ ഒരുക്കങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്നതും. നവരാത്രി ദിവസം ക്ഷേത്രത്തിൽ ലക്ഷക്കണക്കിന് ഭക്തരാണ് എത്തിച്ചേരുന്നത്. അന്നേ ദിവസം കുഞ്ഞുങ്ങൾക്ക് വിദ്യാരംഭം നടത്തുന്നുണ്ട്. ആയിരക്കണക്കിന് കുഞ്ഞുങ്ങളാണ് ഇവിടെ എത്തി ആദ്യാക്ഷരം കുറിക്കുന്നത്. കൂടാതെ ഈ ദിവസങ്ങളിൽ സംഗീത കച്ചേരി അരങ്ങേറുന്നു. സരസ്വതി ദേവി ക്ഷേത്രത്തിൻ്റെ ചരിത്രവും ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്നത് നവരാത്രി ഉത്സവവുമായി ബന്ധപ്പെട്ടാണ്. നവരാത്രി ഉത്സവ സമയത്ത് ലക്ഷക്കണക്കിന് ആരാധകർ വന്നു പോകുന്ന ഒരു അമ്പലമാണ്. ഇന്ത്യയിലെ തന്നെ അറിയപ്പെടുന്ന അമ്പലമായി ഇത് മാറിക്കൊണ്ടിരിക്കുകയാണ്. നവരാത്രി ഉത്സവവുമായി ബന്ധപ്പെട്ട് ആയിരക്കണക്കിന് കുരുന്നുകൾ ആദ്യാക്ഷരം കുറിക്കുകയും അതുപോലെ തന്നെ പുസ്തക പൂജ, അറിയപ്പെടുന്ന പുസ്തക പൂജയാണ്, അതിനും ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്നുണ്ട്. സരസ്വതി ക്ഷേത്രത്തിന്റെ ട്രസ്റ്റിന്റെ കീഴിൽ അനാഥരായ കുഞ്ഞുങ്ങൾക്ക് വിദ്യാഭ്യാസവും നൽകുന്നുണ്ട്. കൂടാതെ വളരെയധികം കാരുണ്യ പ്രവർത്തനങ്ങളും ഇവർ ചെയ്തു വരുന്നു. ജനകീയ സമിതി ഇവിടെ 2 കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്. 2
കുട്ടികൾ, ആരുമില്ലാത്ത അച്ഛനും അമ്മയില്ലാത്ത ആരുമില്ലാത്ത 2 കുട്ടികളെ അവരേതുവരെ പഠിക്കുന്നോ അതുവരെ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. അതേമാതിരി കൊച്ചു കുട്ടികൾക്ക്, സുഖമില്ലാത്ത കുട്ടികൾക്ക് പെൻഷൻ കൊടുക്കുന്നുണ്ട്. അതേമാതിരി എല്ലാ വർഷവും നമ്മൾ പ്രതിഷ്ഠാ വാർഷികം, ഇപ്പോൾ അടുത്ത മാസമാണ് പ്രതിഷ്ഠാ വാർഷികം, ആ പ്രതിഷ്ഠാ വാർഷിക സമയത്ത് 2-2.25 ലക്ഷം രൂപയോളം നമുക്ക് വിവിധ ക്യാൻസർ പേഷ്യൻറ്റ്, അതുമാതിരി ഹാർട്ട് പേഷ്യൻറ്റ്, അങ്ങനെയുള്ള ഒരു ഡയാലിസിസ് പേഷ്യൻ്റ് ഇവർക്ക് നമ്മൾ സെലക്ട് ചെയ്ത് ഇതെല്ലാം നമ്മുടെ ഭാരവാഹികൾ ആ വീടുകളിൽ പോയി ഇത് ശരിയാണെന്ന് മാത്രം നോക്കി പ്രിസ്ക്രിപ്ഷൻ നോക്കിയതിന് ശേഷം നമ്മൾ ആ പൈസ അവർക്ക് കൊടുക്കുന്നുണ്ട്. അത് എല്ലാ വർഷവും കൊടുക്കുന്നുണ്ട്. അതുമാതിരി ഒരുപാട് ചാരിറ്റി പ്രവർത്തനം ചെയ്യുന്നുണ്ട്. സരസ്വതി ക്ഷേത്രം ഇപ്പോൾ ട്രസ്റ്റിന്റെ നിയന്ത്രണത്തിലാണ്. സരസ്വതി മണ്ഡപം തിരുവനന്തപുരം നഗരസഭയുടെ ഉടമസ്ഥതയിൽ. ഈ വരുന്ന മാർച്ച് മാസം 2025 മാർച്ച് മാസം 28, 29, 30 തീയതികളിൽ ഈ പൂജപ്പുര സരസ്വതി ദേവി ക്ഷേത്രത്തിലെ ഉത്സവമാണ്. അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 15ാമത് പ്രതിഷ്ഠാ വാർഷികമായിട്ടാണ് ആഘോഷിക്കുന്നത്. ഈ വരുന്ന 30-ാം തീയതി രാവിലെ 8:30 മണിക്ക് ദേവിക്ക് ഇഷ്ട വഴിപാടായ പാൽപ്പായസ പൊങ്കാല ഉണ്ടായിരിക്കുന്നത്. 8:30 നമ്മൾ പാൽപ്പായസ പൊങ്കാലയ്ക്ക് ക്ഷേത്രം മുറ്റത്തുള്ള ക്ഷേത്ര ഭണ്ഡാരത്തിൽ നമ്മൾ തന്ത്രി അദ്ദേഹം തിരി കൊളുത്തുന്നതാണ്.